പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാന വിഷയം തന്നെയാണ്. അതായത് ജൂൺ 8 മുതൽ നമ്മുടെ സർക്കാരുകൾ നമ്മളെ ലോക്ക്ഡൗണിൽ നിന്നും അൺലോക്കിലേക്ക്, അതായത് കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക്, നിയന്ത്രണ സ്വാതന്ത്ര്യത്തിലേക്ക് അനുവദിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ആരാധനാലയങ്ങൾ, മാളുകൾ, ഹോട്ടലുകൾ, പൊതു ഇടങ്ങൾ, പൊതുഗതാഗതം എന്നിവ തുറക്കപ്പെടുമ്പോൾ തന്നെ മറുവശത്ത് കോവിഡ് വ്യാപനം ഭീതിദായകമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, കോവിഡ് വ്യാപന നിയന്ത്രണം നിലനിർത്താൻ നാം ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ അടച്ചുപൂട്ടൽ, അതായത് ലോക്ക്ഡൗൺ എന്ന പ്രോസസ് അനിയന്ത്രിതമായി നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. എന്തെന്നാൽ നമ്മുടെ ജീവിതവും ജീവനവുമെല്ലാം പല മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് ഈ യുദ്ധം ഇനിയും ജയിച്ചേ പറ്റൂ. ഒരു പരിധിവരെ നാം ജയിച്ചുവെങ്കിൽ പോലും ഇനിയും നമ്മൾക്ക് ജയിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള യുദ്ധം എത്ര നാൾ തുടരേണ്ടി വരും എന്നുള്ളതിന് പ്രത്യേകിച്ച് സമയം അല്ലെങ്കിൽ കാലം നമ്മൾക്ക് പറയാനാവാത്തൊരവസ്ഥയുമാണ്. സാധാരണഗതിയിൽ കോവിഡാനന്തര ചർച്ചകൾ പല ചാനലുകളിലും നടക്കുമ്പോൾ തന്നെ കോവിഡാനന്തരം എന്നതിനു പകരം കോവിഡിനോടൊപ്പമോ അല്ലെങ്കിൽ കോവിഡിൽ നിന്നും അകന്നു മാറിയുള്ള ഒരു ജീവിതം എന്നതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെതായ ഒരു അടിസ്ഥാനമാവേണ്ടത്. അതായത് നാം അനുവർത്തിച്ചു പോരുന്ന ജീവിതശൈലിയിൽ നിന്നും മാറി പുതിയ ജീവിതശൈലി പാഠങ്ങൾ നാം പഠിച്ചേ പറ്റൂ. പണ്ടൊക്കെ നാം അനുവർത്തിച്ചിരുന്നെങ്കിലും കൈകഴുകലുകളും അതുപോലെ മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലുകളും അതേപോലെ പൊതുനിരത്തുകളിൽ തുപ്പാതിരിക്കാനുമൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പ് നല്ല രീതിയിൽ നിർദ്ദേശിക്കുകയും പഠിപ്പിക്കുകയും നാം പഠിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ഒരു വിള്ളൽ വന്നാൽ അത് എത്രമാത്രം ആപൽക്കരമാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എത്രമാത്രം വലുതാണെന്ന് ഇപ്പോൾ പ്രവചിക്കുക പറ്റില്ല. എന്നുവെച്ചാൽ അത്രത്തോളം ഭീതിദായകമാണ് ഈ വൈറസിന്റെ വ്യാപന തോത്. ആശുപത്രിജന്യ രോഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളെയും അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെയും രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ടെലിമെഡിസിൻ സിസ്റ്റം ഉണ്ടാക്കിയത് തന്നെ ഇതേപോലെയുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാനിടയുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലൂടെ രോഗപകർച്ചയ്ക്കുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്തത്.
അതുപോലെ തന്നെയാണ് ആരാധനാലയങ്ങൾ തുറക്കുന്നതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളുമെല്ലാം. ഭക്തി എന്നത് വ്യക്തിപരവും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അവകാശവും ആ വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യവുമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കൂട്ടം ഒഴിവാക്കിയേ പറ്റൂ. എന്തെന്നാൽ വൈറസ് വ്യാപനം ഇതിനൊന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ മറ്റുള്ള ഒരു പ്രധാന സംഭവമാണ് കോളേജുകൾ, സ്കൂളുകൾ, അതായത് വിദ്യാലയങ്ങളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇതിനു വേണ്ടി പുതിയ പുതിയ പാഠങ്ങൾ സ്കൂളിലും കോളേജിലുമെല്ലാം പുതിയ പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവ ഉണ്ടാക്കിയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഇനി നമ്മൾക്ക് പിടിച്ചു നിൽക്കാനാവൂ. ഇതോടൊപ്പം തന്നെ നാം കൂട്ടിക്കാണേണ്ട മറ്റൊന്നാണ് നമ്മുടെ വിനോദോപാധികളായിട്ടുള്ള സിനിമാ തിയേറ്ററുകൾ, അതേപോലെ മാളുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലുള്ള നമ്മുടെ കൂട്ടായ്മയും സമ്പർക്കവുമെല്ലാം ഇനിയും പുതിയ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കൂടുതൽ ശുചിത്വം ഉറപ്പാക്കിയാൽ മാത്രമേ ഇവ നമ്മൾക്ക് പ്രവർത്തിപ്പിക്കാനും അവിടെയൊക്കെ നമ്മൾക്ക് പങ്കെടുക്കാനും സാധിക്കുള്ളൂ. എല്ലാം അടച്ചുപൂട്ടി നമുക്ക് കോവിഡിനെ അതിജീവിക്കാൻ ആവില്ല എന്ന് അറിയുമ്പോൾ തന്നെ നിയന്ത്രിതമായ പുതുശീലങ്ങൾ, പുതുശൈലികൾ, പുതുപാഠങ്ങൾ അനിവാര്യമാണ് എന്നതും കൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ കേരളം ഒരു ഉപഭോഗ സംസ്കാരത്തിൽ വരുന്ന ഒരിടമായതുകൊണ്ട് തന്നെ നാം എല്ലാം പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തിന് മാറ്റുകൂട്ടാൻ ഉപയോഗിക്കുമ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ഭക്ഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിനി പൂർണ്ണത നേടിയേ പറ്റൂ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ തരിശു നിലങ്ങൾ ഇനി തരിശായി കിടക്കാൻ നാം ആരും അനുവദിക്കാതിരിക്കുക. തരിശു നിലങ്ങളെ വിളനിലമാക്കി പുതുകൃഷികൾ ഒരു ശീലമാക്കി നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലം കൃഷിയിടങ്ങളാക്കി തന്നെ മാറ്റാൻ നാം ഓരോരുത്തരും പഠിക്കണം. പഠിച്ചവർ കുറേ പേരുണ്ട്. പഠിച്ച് ജയിച്ചവർ മറ്റുള്ളവർക്ക് അതിന്റെ പാഠങ്ങൾ കൂടി പറഞ്ഞു കൊടുത്ത് അവരെയും അതിന്റെ കൃഷി സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഓരോ വീട്ടിലും പ്രാവർത്തികമാക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ യാത്രകളെ സംബന്ധിച്ചാണ്, കഴിയുന്നതും ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ മാത്രം നടത്തുകയും യാത്രകൾ പരമാവധി നിയന്ത്രിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇതേ കാലയളവിൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം നാം മറക്കരുത്.
ഈ ഒരു സാഹചര്യവും ഒരു പോസിറ്റീവായിട്ടുള്ള പുതിയ ഒരു അവസരമായി നാം കണ്ട് പുതിയ തൊഴിൽ സാധ്യതകൾ കൂടി നാം കണ്ടെത്തണമെന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ പോലും കുറച്ചു കാലത്തേക്കെങ്കിലും പഴയ നിലയിലേക്ക് തിരിച്ചു വരവ് വളരെ ബുദ്ധിമുട്ടാവും എന്ന ബോധ്യത്തോടെ അതിജീവനത്തിൻ്റെതായ പുതിയ ജീവിത ശൈലികൾ നമ്മൾക്ക് പിന്തുടരാം. എന്തെന്നാൽ നമുക്കിനി പുറകോട്ട് പോക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ച് ഒരുമിച്ച് ഒത്തൊരുമയോടെ നമുക്ക് ഈ കോവിഡിനെ അതിജീവിക്കാം, കോവിഡിൽ നിന്നും അകന്ന് ജീവിക്കാം. എന്നാൽ അതോടൊപ്പം കോവിഡിനോടൊപ്പം നാം ജീവിക്കാനും പഠിക്കാം. എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓർമ്മകൾ നമ്മുടെ ആരോഗ്യത്തിനായിട്ട്, അറിവുകൾ നമ്മുടെ ആരോഗ്യത്തിനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.